നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നമ്മുടെ ചർച്ച ചെയ്യുന്നു ഭഗവത്ഗീതയിലെ സാംഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിലെ 11-ാമത്തെ ശ്ലോകം. ആദ്യം നമുക്ക് ശ്ലോകം ശ്രദ്ധിക്കാം. അശോച്യാനന്വശോചത്വം പ്രജ്ഞാവാദാംശ്ച ഭാഷസേ ഗദാസു നഗദാസുംശ്ച നാനുശോചന്തി പണ്ഡിതാഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. അശോച്യാൻ അന്വശോചഃ ത്വം പ്രജ്ഞാവാദാൻ ച ഭാഷസേ ഗദാസുൻ അഗദാസുൻ ച ന അനുശോചന്തി പണ്ഡിതാഃ. ഇനി ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ഭോ അർജുന, ത്വം അശോച്യാൻ അന്വശോചഃ പ്രജ്ഞാവാദാൻ ച ഭാഷസേ ഗദാസുൻ അഗദാസുൻ ച പണ്ഡിതാഃ ന അനുശോചന്തി. ഇനി ഈ ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. തേർത്തട്ടിൽ സവിഷാദം തളർന്നിരിക്കുന്നവനായ അർജുനനോട് കൃഷ്ണൻ ഇപ്രകാരം പറയുവാൻ ആരംഭിച്ചു. അല്ലയോ അർജുന, നീ ദുഃഖത്തിന് വിഷയീഭൂതന്മാരല്ലാത്തവരെ കുറിച്ച് ദുഃഖിക്കുന്നു. വിവേകികളുടെ വാക്കിനെ പോലുള്ള വാക്കിനെയും നീ പറയുന്നു. മരിച്ചവരെക്കുറിച്ചും ജീവനോടെ ഇരിക്കുന്നവരെക്കുറിച്ചും വിദ്വാൻമാർ ഒരിക്കലും ദുഃഖിക്കുന്നില്ല. ഇതാകുന്നു ഈ വളരെ ലളിതമായ ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.